പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാനും തിരുവചനം ധ്യാനിക്കുവാൻ ദൈവം ഒരുക്കിയ വലിയ സാവകാശനായിട്ട് വീണ്ടും നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിൽ പറയേണ്ടതായിരുന്നു. മോന് പഠിക്കാനായിട്ട് ബൈബിൾ സ്കൂളിൽ കടന്നുപോയി. അവനാക്കി കഴിഞ്ഞ വ്യാഴാഴ്ച ഞങ്ങൾക്ക് കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു. സന്തോഷമായിരിക്കുന്നു. ഈ തിങ്കളാഴ്ച മുതൽ ക്ലാസ്സുകൾ ആരംഭിച്ചു. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് വിനീതമായിട്ട് വീണ്ടും അപേക്ഷിക്കുകയാണ്. ഞങ്ങൾ വടക്കേന്ത്യയിൽ കടന്നു പോകുന്ന പ്രദേശങ്ങളിൽ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ അവിടെ വളരെയധികം ആത്മീയമായൊരു മുന്നേറ്റവും കൊയ്ത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നാടുകളാണ് നമുക്കറിയാം വടക്കേന്ത്യ. അപ്പോൾ അവിടെയുള്ള പ്രവർത്തനങ്ങളുടെ മുന്നോട്ടുള്ള ഗമനത്തിന് അനേക ആളുകൾ കർത്താവിൻ്റെ വേലയിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. ആ നിലയിൽ ഞങ്ങൾ കടന്നു പോകുമ്പോഴൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെറുപ്പക്കാരെ ആ നിലയിൽ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വർഷം ഞങ്ങൾ പോകുന്ന ആ പ്രദേശത്ത് നിന്ന് ഏകദേശം 9 കുഞ്ഞുങ്ങൾ നമ്മുടെ RTIയിൽ വചനം പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് അവർ വന്നിട്ടുണ്ട്. അവരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും ഓർക്കണം. കാരണം ആ പഠനങ്ങളൊക്കെ മുഖാന്തരം കർത്താവിൻ്റെ രാജ്യത്തിന് അവർ പ്രയോജനപ്പെടുവാൻ ഇടയായി തീരേണ്ടതിനായിട്ട് നമുക്കും പ്രാർത്ഥനയിൽ പോരാടുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനത്തിൻ്റെ 3ാമത്തെ പ്രധാന ഹെഡിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. 1ാമത്തെ ഭാഗം നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ അതിശ്രേഷ്ഠനാണ് എന്നുള്ളതാണ്. അത് 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ ഉറക്കുകയുണ്ടായി. അനേക കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. യഹൂദന്മാരെ സംബന്ധിച്ച് അവർ വളരെ ശ്രേഷ്ഠമാണെന്ന് കരുതുന്ന, പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന, അല്ലെങ്കിൽ ഒഴിവാക്കാനായിട്ട് അവരുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന അനേക കാര്യങ്ങളെക്കാൾ, അനേക വ്യക്തിത്വങ്ങളെക്കാൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ ശ്രേഷ്ഠനാണ് എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. 2, അതിൻ്റെ 8 മുതൽ 8ാം അധ്യായത്തിൻ്റെ 1 മുതൽ 10ാം അധ്യായത്തിൻ്റെ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ അതിശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചത്. ആ ഭാഗം 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 3ാമതായി നാം ഇനി ചിന്തിക്കാനായിട്ട് പോകുന്നത് പ്രബോധന ഭാഗമാണ്. പ്രബോധന ഭാഗം മിക്കവാറും ലേഖനങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഒരു ഡോക്ട്രിനലായിട്ടുള്ള ഉപദേശപരമായ വിഷയങ്ങൾക്ക് ശേഷം ഒരു പ്രബോധനം അല്ലെങ്കിൽ ഒരു പ്രായോഗിക ഭാഗം എബ്രായ ലേഖനത്തിലും വിശദീകരിച്ചിരിക്കുന്നതാണ്. 10ാം അധ്യായത്തിൻ്റെ 19 മുതൽ 13ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം വരെയാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. 13ൻ്റെ 18 വരെ ആ നിലയിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. 13ൻ്റെ 25 വരെ. ദൈവത്തിന് സ്തോത്രം. ഈ പ്രബോധന ഭാഗം നമുക്കറിയാം, നേരത്തെ പറഞ്ഞ ഉപദേശപരമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ നിങ്ങൾക്കെല്ലാം ഉണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി യഹൂദ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിലേക്കോ യഹൂദ മതം ഉയർത്തിപ്പിടിക്കുന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ ദൈവം പ്രതിബിംബങ്ങളായി, നിഴലുകളായി ന്യായപ്രമാണത്തിൽ നൽകിയ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് മടങ്ങിപ്പോകുവാനോ തിരിഞ്ഞു നോക്കാനോ ആവശ്യമില്ലാതെ വണ്ണം ദൈവം അതെല്ലാം തൻ്റെ പുത്രൻ്റെ ക്രൂശുമരണത്തിലൂടെ, പുത്രനിലും അവൻ്റെ ശുശ്രൂഷയിലും ദൈവം അതെല്ലാം നിവർത്തിച്ചു എന്നുള്ള ആ അടിസ്ഥാന തത്വത്തിൽ നിന്നാണ് പിന്നീട് പ്രബോധന ഭാഗം ഇവിടെ പറയാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് ലേഖനകർത്താവിനെ ഉദ്യമിപ്പിച്ചിരിക്കുന്നത്. ലേഖനങ്ങളിലെല്ലാം നമ്മൾ ഈ പ്രായോഗിക വിഷയങ്ങളെ അവതരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രായോഗിക വിഷയങ്ങൾ ലേഖനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിനൊരു താത്വികമായ ഉപദേശപരമായ ഒരു വശമുണ്ട്. അതിൽ നിന്നുകൊണ്ടാണ് ആ പ്രായോഗികത പറഞ്ഞിരിക്കുന്നത്. അതിനെ ആധാരമാക്കി നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് ആ പ്രായോഗികതയുടെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞ് മുന്നോട്ട് പോകാം. എഫേസ്യ ലേഖനം നമുക്കെല്ലാവർക്കും പരിചിതമായൊരു ലേഖനമാണ്. 4ാം അധ്യായം ഒന്ന് വായിക്കാം. 4ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം.
നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പിൻ. അവിടുത്തെ അതിൻ്റെ ആകെ ഒരു സത്ത പറഞ്ഞാൽ ആത്മാവിൻ്റെ ഐക്യത സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 1, 2, 3 അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? എഫേസ്യ ലേഖനത്തിൽ അവരെ എബ്രായ ലേഖനം പഠിപ്പിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിലെ ചോദ്യമാണോ ചോദിക്കുന്നത്? ആ 3 അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരെയും യവനന്മാരെ അല്ലെങ്കിൽ ജാതികളെയും ക്രിസ്തുവിൽ എന്താക്കി? ഒന്നാക്കി. അപ്പോൾ ക്രിസ്തുവിൽ എല്ലാ മതവിഭാഗങ്ങളിലും ജാതി വർഗ വർണ്ണങ്ങളിലും ഭാഷകളിലും ഒക്കെയുള്ള ആളുകളെ ക്രിസ്തുവിൽ എന്താക്കി? ഏക ശരീരമാക്കി തീർത്തു. അപ്പോൾ ഏക ശരീരമാകുവാനായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം നടപ്പീൻ എന്ന് പറഞ്ഞ് ആരംഭിച്ച് പിന്നീട് പറയുന്ന പ്രായോഗികതയെല്ലാം നേരത്തെ പറഞ്ഞ ഉപദേശപരമായ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളത്തിൽ വലിയ ആനന്ദം ഉണ്ടാകുകയും ധൈര്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. ഇവിടെയും അത് തന്നെ പറയുന്നത്. പ്രബോധന ഭാഗത്തിൻ്റെ 1-ാമത്തെ ഭാഗം സ്വാതന്ത്ര്യത്തിനും കൂട്ടായ്മയ്ക്കുമുള്ള പ്രബോധനം. 10-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോട്ടെ മോനെ. എബ്രായ ലേഖനം 10-19 മുതലാണ് ഇപ്പോൾ വായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സ്വാതന്ത്ര്യത്തിനും കൂട്ടായ്മയ്ക്കുമുള്ള പ്രബോധനം എന്താണത്? ഇവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് നമുക്കൊരു മഹാപുരോഹിതൻ ഉണ്ട്. ആ മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ്. ആ മഹാപുരോഹിതൻ്റെ ശുശ്രൂഷയാൽ നമുക്ക് എന്നേക്കുമായിട്ടുള്ളൊരു വീണ്ടെടുപ്പ് ലഭിച്ചു. സമ്പൂർണമായ പാപവിമോചനം ലഭിച്ചു. പൂർണ്ണമായ രക്ഷ നമുക്ക് വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചു. അങ്ങനെ ലഭിച്ചതിനാൽ നമുക്കൊരു മഹാപുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിൽ ഉള്ളതിനാൽ നാം ഇനി എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇതിൻ്റെ അനുവാചകരോട് പറയുന്നത് എന്താണ് പറയുന്നത്? അവിടേക്ക് എന്ത് ചെയ്യണം? ധൈര്യത്തോടെ പ്രവേശിക്കുക, കടന്നു ചെല്ലുക. അങ്ങ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിശുദ്ധമായ ഇടത്തിലേക്ക് ചെല്ലുവാനായിട്ടുള്ള പ്രവേശനം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ആ സ്വാതന്ത്ര്യം അവിടെ പറയുമ്പോൾ ആ സ്വീകാര്യം, പ്രവേശനം, അംഗീകാരം ദൈവം ഒരുക്കിയിരിക്കുക. ആരിൽ കൂടെ? കർത്താവായ യേശുക്രിസ്തുവിലൂടെയും അവിടുന്ന് നിവർത്തിച്ച പരമയാഗത്തിലൂടെയും അത് നമുക്ക് ഒരുക്കിയിരിക്കുക, അത് തുറന്നു വച്ചിരിക്കുകയാണ്. യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി യേശു അവിടെ വഴിയില്ല. സാധാരണക്കാരൻ എവിടെയാണ് നിൽക്കുന്നത്? യഹൂദ വിശ്വാസികളോട് പറയുമ്പോൾ അവർ നേരത്തെ എവിടെയാണ് നിന്നിരുന്നത്? പുറത്താണ്. അവർ പ്രാകാരത്തിലാണ് നിന്നുകൊണ്ടിരുന്നത്, മുറ്റത്താണ് നിൽക്കുന്നത്. വിശുദ്ധ സ്ഥലത്തേക്കോ അതിനപ്പുറത്തുള്ള അതിവിശുദ്ധ സ്ഥലത്തേക്കോ. അപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ 2 തിരശ്ശീലകൾ പിന്നിടണം. 1-ാം തിരശ്ശീല കടന്ന് വിശുദ്ധ സ്ഥലത്തേക്കും അത് കഴിഞ്ഞ് 2-ാം തിരശ്ശീലയും കടന്ന് അതിവിശുദ്ധ സ്ഥലത്തേക്ക് എത്താനായിട്ട് കഴിയുള്ളൂ. എന്നാൽ യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടെ സ്വർഗത്തിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തന്നെ നമുക്കെന്ത് ഒരുക്കിയിരിക്കുക? വഴി, ജീവനുള്ള പുതുവഴി ഒരുക്കിയിരിക്കുകയാണ്. ജീവനുള്ള വഴി. അതുകൊണ്ട് എന്ത് ചെയ്യണം? അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് 21-ാം വാക്യം, വിശുദ്ധ മന്ദിരത്തിലേക്ക് 20-ാം വാക്യം, തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേലൊരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ
അടുത്ത് ചെല്ലുക. We have access and acceptance to the presence of God, to the holy place, most holy place. അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തന്നെ നമുക്ക് സ്വീകാര്യത ലഭിച്ചിരിക്കുകയാണ്, പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്, അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവിടേക്ക് ശുദ്ധ മനസ്സാക്ഷിയോടുകൂടെ കടന്നു ചെല്ലാനായിട്ട് ഇടയായിത്തീരണം. ദൈവം ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യമാണ്, രക്ഷയ്ക്കായിട്ടും രക്ഷിക്കപ്പെടുവാനായിട്ടും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും ദൈവം ആവശ്യപ്പെടുന്ന കാര്യം ഒരു തുറന്ന മനസ്സോടുകൂടെ. രക്ഷിക്കപ്പെടാനായിട്ട് നമ്മളെന്താ ചെയ്തത്? എന്ത് ചെയ്തു? വിശ്വസിച്ചു. വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? ആദ്യം പല പല ഘടകങ്ങളുണ്ടല്ലേ അതിൽ, അല്ലേ? ആദ്യം നമ്മളെന്ത് ചെയ്തു? അംഗീകരിച്ചു, അല്ലെങ്കിൽ നമ്മൾ സമ്മതിച്ചു. എന്ത്? പാപിയാണ്. നമ്മൾ വന്ന് പറയുകയാണോ ദൈവത്തോട്, ഞാൻ അത്ര വലിയ കുഴപ്പക്കാരനാണ്, ഞാൻ ജോയ്സിനെ പോലെയൊന്നും അല്ല, അല്ലെങ്കിൽ ഇന്നയാളുടെ പോലെയൊന്നും അല്ല ഞാൻ, എന്നാലും ഞാൻ പാപിയാണ്, അങ്ങനെയാണോ പറയുന്നത്? നമ്മളെന്തെങ്കിലും കുഴപ്പം ചെയ്താൽ സാധാരണ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ആരപ്പം എത്ര നല്ലവർ, തികഞ്ഞവർ? ഇതൊന്നും എവിടെ വില പോവുകയില്ല. ദൈവസന്നിധിയിൽ രക്ഷിക്കപ്പെടാനായിട്ട് ഒരാൾ ചെയ്യേണ്ടുന്ന കാര്യം, ഞാൻ പാപിയാണ്, ഞാൻ തെറ്റുകാരനാണ്, ദൈവമേ നിൻ്റെ വിശുദ്ധ സന്നിധിയിൽ വരാൻ എനിക്കൊരു യോഗ്യതയും ഇല്ല. തിരിച്ചറിവും സമ്മതവും പശ്ചാത്താപവും. തിരിച്ചറിയാണ്. ഉടയനായ പുത്രന് തിരിച്ചറിവാണ്, സുബോധം വന്നു, തിരിച്ചു വന്ന് അവൻ പറഞ്ഞു, സമ്മതിച്ചു, തെറ്റ് സമ്മതിച്ചു. അപ്പോൾ ഈ രണ്ട് കാര്യം, അതായത് അവിടെ ഒരു ശുദ്ധ മനസാക്ഷി, ദൈവത്തിന് മുമ്പിൽ ഒരു തെറ്റുമില്ലെന്നല്ല, തെറ്റ് സമ്മതിക്കുന്ന ശുദ്ധ മനസാക്ഷി. ആ അതാണ് അവിടെ പറയുന്നത്, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പരമാർത്ഥ ഹൃദയത്തോടെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു തെറ്റുമില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പരമാർത്ഥ ഹൃദയത്തോടെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു വരുന്ന കോണ്ടെക്സ്റ്റിൽ പറഞ്ഞാൽ, യേശുവിൻ്റെ ക്രൂശുമരണം യേശു ക്രിസ്തുവാണെന്നും അവിടുത്തെ ക്രൂശുമരണം എന്നെ സമ്പൂർണ്ണമായി രക്ഷിക്കാൻ മതിയായതാണെന്നും വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ടെന്ത് ചെയ്യണം? അടുത്ത് ചെല്ലണം. യഹൂദനെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ സാധാരണ രക്ഷയ്ക്കായിട്ട് പറയുന്ന, രക്ഷിക്കപ്പെടാനായിട്ട് നമ്മൾ പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ. ഏതാ? റോമാലേഖനം 10:9-10. റോമാലേഖനം 10:9-10 വാക്യങ്ങൾ ശരിക്കും ആരോട് ബന്ധപ്പെട്ട? യഹൂദനോട് ബന്ധപ്പെട്ട. ആ 10:1 മുതൽ വായിക്കണം, അപ്പോൾ മനസ്സിലാവും. അവിടെ യഹൂദൻ പറയണം, എന്ത് പറയണം? രക്ഷിക്കപ്പെടാൻ എന്ത് പറയണം? യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട്. അപ്പോൾ ഈ പരമാർത്ഥ ഹൃദയത്തോടെ വരുമ്പോൾ വെറുതെ വേണമെങ്കിൽ പറയാം, എല്ലാവരും കൂട്ടത്തിൽ വരുമ്പോൾ വേണമെങ്കിൽ പറയാം യേശുവേ കർത്താവേ. അതല്ല, യേശു തന്നെയാണ്, നസ്രായനായ യേശു തന്നെയാണ് ആര്? ക്രിസ്തു, കർത്താവ്. അപ്പോസ്തലന്മാരുടെ പ്രസംഗത്തിൽ അതായിരുന്നല്ലോ ആദ്യത്തെ വിഷയം. എന്താ? നിങ്ങൾ ക്രൂശിൽ തറച്ചു കൊന്ന നസ്രായനായ യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അപ്പോൾ അത് അംഗീകരിക്കണം. അതെവിടെ അംഗീകരിക്കുന്നത്? ബാഹ്യമായിട്ടല്ല, ഹൃദയത്തിൽ, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെന്ന് വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം. രണ്ട് കാര്യമാണ് ദൈവം നോക്കുന്നത്, രണ്ട് കാര്യം. ഒന്ന്, ഹൃദയത്തിൽ ഉണ്ടോ? ഹൃദയം കൊണ്ട് തങ്ങൾ ആരാണെന്നുള്ളത് സമ്മതിക്കുകയും ഒരു പരമാർത്ഥ ഹൃദയവും. രണ്ട്, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം, പൂർണ്ണമായുള്ള വിശ്വാസം, സമ്പൂർണമായ ദൈവാശ്രയം. വിശ്വാസത്തിൻ്റെ മറ്റൊരു പര്യായ പദമാണ് ദൈവാശ്രയം. യേശുവിൻ്റെ ക്രൂശുമരണം എന്നെ രക്ഷിക്കാൻ മതി, അത് മതി എനിക്ക്. ഞാനൊരു യാഗത്തിലേക്കും വഴിപാടിലേക്കും ഞാൻ എന്ത് ചെയ്യില്ല, പോകില്ല. ഞാനൊരു കർമ്മത്തിലേക്ക്, ഒപ്പീസ്, പാട്ടുകുർബാന, ഒരു പരിപാടിക്കും ഞാനില്ല. യേശു എനിക്ക് മതിയായവനാണ്, യേശു മാത്രം മതി. അവിടെ ദൈവം അങ്ങനെയുള്ളവർക്കായി ആ ദൈവസന്നിധി തുറന്ന് വെച്ചിരിക്കുക.
ഒരു വ്യക്തി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ വ്യക്തി ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് വരികയാണ്. പൈശാചികമായ ഒരു റലം, ഒരു അന്തരീക്ഷത്തിൽ നിന്ന്, ഒരു കെട്ടുപാടിൽ നിന്ന് ദൈവികമായ അന്തരീക്ഷത്തിലേക്ക് വരികയാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരികയാണ്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. അങ്ങനെ വരികയാണ്, ദൈവം അതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ രണ്ട് കാര്യം അവിടെ സംഭവിക്കും. ഒന്ന്, ദൈവവുമായിട്ട് ബന്ധം വന്നു, ദൈവവുമായിട്ടുള്ള ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വന്നു. ദൈവം എൻ്റെ അപ്പനായി തീർന്നു, ദൈവം എൻ്റെ പിതാവായി തീർന്നു, ഞാൻ ദൈവത്തിൻ്റെ മകനായി തീർന്നു. ദൈവമായിട്ടുണ്ടായിരുന്ന പ്രശ്നം നീങ്ങി, ദൈവം എനിക്ക് വേണ്ടി വാതിൽ തുറന്നു, കൃപയുടെ വാതിൽ തുറന്നു. അവനെ കയറിപ്പോരെ, ഒരു തടസ്സമില്ല, എല്ലാ തടസ്സവും ഞാൻ നീക്കിയെന്ന് ദൈവം പറഞ്ഞു. അങ്ങനെ കയറി വരുന്ന ഇടം, ആ സ്ഥലം, അവിടെ എന്നെപ്പോലെ വന്ന വേറെയും ആളുകൾ ഉണ്ട്. ദൈവവുമായിട്ട് എനിക്ക് ബന്ധം വന്നതുപോലെ ആ വിശുദ്ധ മന്ദിരത്തിൽ, ആ വിശുദ്ധ സ്ഥലത്ത്, ആ ദൈവരാജ്യത്തിൽ വേറെയും ദൈവമക്കൾ ഉണ്ട്. എന്നെപ്പോലെ യേശുവിൻ്റെ രക്തത്താൽ, അവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും ഹൃദയത്തിൽ യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ. അതാ ദേവാലയത്തിൽ സമാഗമന കൂടാരവുമായി ബന്ധപ്പെട്ട് പറയുന്ന അവിടെ താമ്രത്തൊട്ടി, ആദ്യം യാഗപീഠത്തിലെ യാഗം അർപ്പിച്ച് ആ രക്തം ഈ മനുഷ്യൻ്റെ മേലെന്ത് ചെയ്യുക, അവനെ തളിക്കുക, അവനെ ശുദ്ധിയാക്കുക. അതുപോലെ അപ്പുറത്ത് താമ്രത്തൊട്ടിയിൽ ശുദ്ധവെള്ളമുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ശരീരം കഴുകുകയാണ്. ഇവിടെ ശരീരം കഴുകുക എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, ജഡത്തിൻ്റെ കന്മഷങ്ങൾ, ജഡത്താലുള്ള പഴയ മനുഷ്യൻ, ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ. അപ്പോൾ അനുദിന ജീവിതത്തിലുള്ള ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് പൂർണ്ണ നിശ്ചയം പൂണ്ട്, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടിച്ചെല്ലുക. അങ്ങനെ അടിച്ചെല്ലുമ്പോൾ ദൈവവുമായിട്ടും ബന്ധമുണ്ട്. പറഞ്ഞാട്ട് ദൈവം മക്കളുമായിട്ടും ബന്ധമുണ്ട്. അതാണ് അവിടെ പറയുന്നത് 23, 24 വാക്യങ്ങൾ. 24 വാക്യം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകും. അനേക ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും പലർക്കും പറ്റുന്നൊരു പരാജയം, ഞാനും ദൈവവും തമ്മിൽ നല്ല ബന്ധമാണ്. കർത്താവിനെക്കുറിച്ച് അനേക പ്രതീകങ്ങൾ അല്ലെങ്കിൽ ഉപമാനങ്ങൾ പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് ക്രിസ്തു സഭയുടെ തലയാണ്, അല്ലേ? ക്രിസ്തു സഭയുടെ തലയാണ്. നമ്മളൊക്കെ സഭയാവുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. സഭയാവുന്ന ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ അവയവത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ഈ വിരൽ ഇങ്ങനെ ചലിക്കുന്നു, ഇത് തന്നെ ചലിക്കുകയാണോ? ആണോ? ഈ വിരലിന് തനിയെ ചലിക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് ചലിക്കണമെങ്കിൽ ആര് പറയണം? തലയിൽ നിന്ന് നമ്മുടെ ഈ നട്ടലിൻ്റെ ഉള്ളിൽ, കശേരുക്കളുടെ ഉള്ളിൽ കൂടെ പോകുന്ന സ്പൈനൽ കോഡ് വഴി എന്ത് വരണം? ആജ്ഞ വരണം, സന്ദേശം വന്നെങ്കിൽ മാത്രമേ ഇത് ചലിക്കുകയുള്ളൂ. ശരീരത്തിലെ ഏത് അവയവവും ചലിക്കണമെങ്കിൽ, പ്രവർത്തിക്കണമെങ്കിൽ എവിടവുമായിട്ട് ബന്ധപ്പെടണം? എൻ്റെ അനുജന് അത് അപകടം സംഭവിച്ചപ്പോഴാണ് മനസ്സിലായത്. സ്പൈനൽ കോഡ് വഴി ഈ തലച്ചോറുമായിട്ട് നമ്മുടെ ശരീരത്തിലെ സകല അവയവങ്ങളും ദൈവം ചെയ്തിരിക്കുക, ബന്ധിപ്പിച്ചിരിക്കുകയാണ്. വേദപുസ്തകത്തിൽ വാക്യമുണ്ട്. അപ്പോൾ ആ തലയുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലേ ഈ വിരലെന്ത് ചെയ്യുള്ളൂ, ഒരവയവം ചലിക്കുകയുള്ളൂ. പക്ഷേ വിരൽ നേരിട്ട് തലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണോ? അല്ല. പിന്നെ എവിടെയാണ്? ശരീരത്തിലെ മറ്റ് അവയവങ്ങളോട് ചേർന്ന് നിൽക്കുകയാണ്. അതാണ് കൊലോസ്യലേഖനത്തിൽ പറയുന്നത്. ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നത്,
താഴ്മയിൽ ദൂതന്മാരെ ആരാധിക്കുകയും താഴ്മയിൽ രസിക്കുകയും സ്വന്തം ജഡമനസാക്ഷിയിൽ ചീർക്കുകയും ചെയ്യുന്നവർ നിങ്ങളെ വിരുതെറ്റിക്കരുത്. തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ നിങ്ങളെ വിരുതെറ്റിക്കരുത്. കൊലോസ്യർ 2:18 മുതലാണ് എൻ്റെ ഓർമ്മ. എന്നിട്ട് അവിടെ താഴെ പറയുന്നത്, തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ഏകീഭവിച്ചും പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നത്. ഇത് മുഴുവനും സന്ധികളും ഞരമ്പുകളും ഇതൊരു ഒറ്റയല്ലായിരുന്നെങ്കിലും. അപ്പം ഇതെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ആരാ? തലയാണ്. തലയുമായി ബന്ധപ്പെട്ട് നിൽക്കണമെങ്കിൽ ശരീരത്തിൽ നിൽക്കണം. ഓരോ വിശ്വാസിയുടെയും തലയാണ് ക്രിസ്തു എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അല്ല. ആരുടെ തല? സഭയുടെ തലയാണ്. അനേക ആളുകൾക്ക് ഇന്ന് പറ്റിയ വലിയ പരാജയം, സഭയിൽ നിന്ന് അകന്ന് നിന്നുകൊണ്ട് ഞാനും ക്രിസ്തുവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത് വലിയ അബദ്ധമാണ്, പരാജയമാണ്. സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്, അല്ലേ? അതാ വചനം പറയുന്നത്. അപ്പോൾ എവിടേക്കാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്ക്, ദൈവസഭയിലേക്ക്, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാക്കി കൊണ്ടുവന്നിരിക്കുക. ദൈവവുമായിട്ട് മാത്രമല്ല ബന്ധം. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഓർക്കുകയും പലയിടത്തും ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെ വിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരമയാഗത്താൽ കൊണ്ടുവന്നു എന്നുള്ളതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർക്കേണ്ടുന്നൊരു കാര്യമാണ് എഫെസ്യർ 2:19 പറയുന്നത്, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരുമാണ്. ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. വടക്കേന്ത്യയിൽ മുമ്പ് ആളുകൾ അവിടെ മിക്കവാറും ആളുകൾ ഒരു ഈ കയ്യിലിട്ട് ഇങ്ങനെ തിരുമിയിട്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ വടക്കേന്ത്യയിൽ വന്ന് അതിഥി തൊഴിലാളികളൊക്കെ തിന്നുന്നത്. ഈ ഗുഡ്കയും പാൻപരാഗും ഒക്കെ ഇട്ട് തിരുമ്മി നാവിൻ്റെ അടിയിൽ വയ്ക്കുകയും എല്ലാ മരത്തിൻ്റെ ചോട്ടിലും പാലത്തിൻ്റെ അടിയിലൊക്കെ പോയിരുന്ന് വേണ്ടാതനങ്ങൾ ചെയ്യുകയും മദ്യപിക്കുകയും തെറിവിളിക്കുകയും ബസ്സിന് കല്ലെറിയുകയും വേണ്ടാതനങ്ങൾക്ക് നടക്കുകയും ഗുണ്ടയായി പ്രവർത്തിക്കുകയും തെമ്മാടികളായി ജീവിക്കുകയും ചെയ്ത നമ്മളെ യേശു തൻ്റെ രക്തത്താൽ, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീല ചിന്തി നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ദൈവഭവനത്തിലേക്ക് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അപ്പം നമുക്കിന്ന് ആ ബോധ്യം, ഞാൻ ഇന്നലെ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞ ആ ചോദ്യം, എന്തുകൊണ്ട് ഞാൻ പാപം ചെയ്യില്ല എന്ന് ചോദിച്ചാൽ അതിനൊരു കാരണമേ ഉള്ളൂ, ഞാൻ ആരാണ് എന്നുള്ള ബോധ്യം. ഞാൻ ആരാണ്, അല്ലേ? യോസേഫ് ഓടുന്നൊരു ഓട്ടമുണ്ട്, വസ്ത്രമെല്ലാം ഇട്ടിട്ട് ഇവന് ഓടുക ചെറുക്കൻ. എന്താ ഓടിയത്? ഓടുമ്പോൾ എന്താ പറഞ്ഞേ പുള്ളി? യോസേഫ് എന്താ പറയുന്നത് ഓടുന്ന സമയത്ത്? പുള്ളിക്കാരത്തി പറയുന്നു, ഇവിടെ ആരും ഇല്ല, ആരും കാണുകയില്ല, ആരുമില്ല. യോസേഫ് പറയുന്നത് ദൈവം കാണുന്നുണ്ട്. ഞാനീ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? അപ്പോൾ ദൈവം, നമ്മൾ ആ യോസേഫിനെ കുറിച്ചുള്ള ചരിത്രം വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു കാര്യം, യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ യോസേഫിന് ബോധ്യമുണ്ട്, ഞാൻ വിശുദ്ധനായൊരു ദൈവത്തിൻ്റെ മകനാണ്, ആ ജനത്തിൽപ്പെട്ട ഒരാളാണ്. മോശ ആ മിസ്രൈമിൽ നിന്ന് അല്ലെങ്കിൽ ഫറവോൻ്റെ കൊട്ടാരത്തിലേക്ക് പുറത്തു പോകാൻ കാരണം അതാണ്, ഞാൻ ആരാണെന്നുള്ള ബോധ്യം. 40 വർഷം ഞാൻ വിചാരിക്കുന്നു ഭയങ്കര സംഘർഷം, പോരാട്ടം, നിൽക്കണോ പോണോ. പക്ഷേ ഞാൻ ആരാണ്? മുടിയനായ പുത്രൻ, അവന് ഓർമ്മ വന്നു ഞാൻ ആരാണ്. അവൻ പറയുന്നുണ്ട്, അവൻ ഈ പന്നി തിന്ന ഭോജ്യം കഴിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, അന്നേരം അവന് സുബോധം വന്നു, ഓർമ്മ വന്നു. അവനെന്താ പറഞ്ഞേ? ഞാൻ എവിടേക്ക് പോകുന്ന പറഞ്ഞേ?
എൻ്റെ വീട്ടിൽ പോകുന്നല്ല, പിന്നെ എൻ്റെ അപ്പൻ്റെ ഭവനം. ഓ സ്തോത്രം! അപ്പൻ്റെ ഭവനം. ആ ഒരു സമയം അവന് തോന്നിയത് അപ്പൻ്റെ ഭവനത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്, അങ്ങോട്ട് നോക്കാൻ കഴിയില്ല, ഇങ്ങോട്ട് നോക്കാൻ കഴിയില്ല, അത് ചെയ്ത കുറ്റം എല്ലാം. അപ്പൻ എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നിയന്ത്രണം. ഇന്ന് ആളുകൾക്ക് ഇന്ന് ലിബറലിസത്തിൻ്റെ കാലമാണ് അല്ലേ? സ്വതന്ത്രതാവാദം. ആരാ ചോദിക്കാൻ? 18 വയസ്സായാൽ അല്ലേ? ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്. സോഷ്യൽ മീഡിയ മാത്രമല്ല, ഈ ന്യൂസ് ചാനലുകളും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. 18 വയസ്സായ അന്ന് ഈ പെങ്കൊച്ചു വല്ലവൻ്റെ കൂടെ ഓടിപ്പോകുമ്പോൾ അവരെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് അതിനെ ഗ്ലോറിഫൈ ചെയ്താണ് എന്ത് ചെയ്യുന്നത്? സംസാരിക്കുന്നത്. അപ്പോൾ 18 വയസ്സായാൽ എന്തായി? സ്വാതന്ത്ര്യം. ഇവന് മനസ്സിലായി, ചെറുക്കന് മനസ്സിലായി, ശരിയായ സ്വാതന്ത്ര്യം എനിക്ക് എവിടെയാണ്? എൻ്റെ അപ്പൻ്റെ. ഞാൻ കൂട്ടുകാരോടുകൂടെ എൻ്റെ അപ്പൻ്റെ വസ്തുവകളൊക്കെ നശിപ്പിച്ചു. ആ കൂട്ടുകാരുണ്ടല്ലോ, ശശിയുടെ അപ്പൻ കുടിയനാണ്, മാത്യുവിൻ്റെ അപ്പൻ ചീട്ടുകളിക്കാരനാണ്, മറ്റേ എൻ്റെ മൂന്നാമത്തെ സുഹൃത്തിൻ്റെ അപ്പൻ അവൻ തോന്നിവാസിയാണ്, നാലാമത്തവൻ്റെ അപ്പൻ ഗുണ്ടയാണ്. ഞാൻ അവരുടെ കൂടെ നടന്നാണ് ഒരു മാന്യനായ, വിശുദ്ധനായ, നീതിമാനായ ഒരു മനുഷ്യൻ്റെ മകനാണ് ഞാൻ. എൻ്റെ അപ്പൻ്റെ മകനെന്ന് വിളിക്കാനുള്ള യോഗ്യത അവർക്ക് കുഴപ്പമില്ല, അവർക്ക് കുഴപ്പം ഇല്ല, എനിക്ക് കുഴപ്പമുണ്ട്. ഞാൻ ആരാ? നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യതയില്ല. ആ യോഗ്യത ഇല്ലാത്ത നമ്മളെയാണ് കൃപയാൽ യോഗ്യരാക്കി. എന്ത് യോഗ്യത ഇപ്പോഴുള്ള? എന്താ യോഗ്യതയുള്ള? ഉണ്ടോ? ഒരു യോഗ്യതയില്ല, ആർക്കുമില്ല. കൃപയാൽ യോഗ്യരാക്കി, അവൻ്റെ രക്തത്താൽ തളിച്ച് ശുദ്ധരാക്കി, തിരശ്ശീലകളെല്ലാം കീറി കീറി അകത്തേക്ക് അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ആ ഓർമ്മ മാത്രം മതി. ആ ബോധ്യമാണ്, ഞാൻ ആരാണെന്നുള്ള ബോധ്യമാണ് വിശുദ്ധമായി ജീവിക്കുവാൻ നമ്മെ നിലപാടെടുപ്പിക്കുന്നത്. പാപത്തിനെതിരെ പോരാടുവാൻ, തെറ്റായ ചിന്തകളെയും ചിന്താഗതികളെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ സ്വതന്ത്രതാവാദവും അതുപോലെ പുതുലോകത്തിൻ്റെ ചിന്താഗതികളെയും തിയറികളെയൊക്കെ നമുക്ക് കാണുന്നതും കേൾക്കുന്നതും എല്ലാം ശരിയൊന്നുമല്ല. നമുക്ക് ആദ്യം പ്രഥമ ദൃഷ്ടിയാൽ കാണുമ്പോൾ ശരിയായിട്ട് തോന്നും, ശരിയല്ല ഇതൊന്നും. ചെറുക്കന് അങ്ങനെ തോന്നിയതാ, അതല്ലേ അവൻ വീട്ടിൽ നിന്ന് പോയത്. പിന്നെ അവന് മനസ്സിലായി ഇതൊന്നും ശരിയല്ല. ഈ അപ്പൻ്റെ വീട്ടിലാണ് ശരിയായ സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും സമാധാനവും നന്മയും ഒക്കെ ഉള്ളത്. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തും ചെയ്യാവുന്നതാണോ? അല്ല. ദൈവത്തിൻ്റെ ജനത്തെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടെ തൻ്റെ ജനത്തെ തൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു, അവർക്ക് സ്വാതന്ത്ര്യം നൽകി. നമ്മുടെ ഹെഡിങ് തന്നെ അതാണ്, സ്വാതന്ത്ര്യത്തിനും കൂട്ടായ്മയ്ക്കുമുള്ള പ്രബോധനം. പക്ഷേ ആ സ്വാതന്ത്ര്യം എന്താക്കരുത്? ഗലാത്യ ലേഖനത്തിലും അതുപോലെ പത്രോസിൻ്റെ ലേഖനത്തിലും പറയുന്നുണ്ട്, സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കുക. ആരാ ചോദിക്കാൻ? ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ആരാധനയ്ക്ക് വരും, ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരും, ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ബൈബിൾ ക്ലാസ്സിന് വരും. എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കും. അതെന്താ അങ്ങനെ നമ്മൾ പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? ഞാൻ ആരാണെന്ന് ബോധ്യമില്ല, തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ വിശുദ്ധമായി ജീവിക്കുവാൻ, സഭായങ്ങളെ ഉപേക്ഷിക്കാൻ വിചാരിക്കാതെ അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ, വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പിടിച്ചുകൊള്ളുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ. രണ്ടാമത്തെ പോയിൻ്റ് അവിടെ ദീർഘക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കുമുള്ള പ്രബോധനമാണ്. 32 മുതലുള്ള വാക്യങ്ങൾ.
പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ദീർഘക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കുമുള്ള പ്രബോധനമാണ്. പത്രോസിന്റെ ലേഖനത്തിലും അത് പറയുന്നുണ്ട്. കർത്താവ് വരുവാൻ താമസിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവൻ്റെ വാഗ്ദത്തങ്ങളൊന്നും നിറവേറാതെ ഇരിക്കുകയില്ല. നിങ്ങൾ വാഗ്ദത്തം ദീർഘക്ഷമയോടെ കാത്തിരുന്ന വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ സഹകാരികളാകണമെന്ന് 6-ാം അധ്യായത്തിൽ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇവിടെയും അതാണ് ഓർക്കുന്നത്. 23-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അപ്പോൾ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾ, അല്ലെങ്കിൽ ക്രിസ്തു വിശ്വാസികളോട് ചേർന്നതായ ആളുകൾ, ക്രിസ്തു വിശ്വാസികളോട് ചേർന്ന ആളുകൾ അവരുടെ വിശ്വാസത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വിശ്വാസികൾ നേരിട്ടതായ കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പീഡനങ്ങൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പീഡനങ്ങൾ വന്നപ്പോൾ അവരതിനെ സധൈര്യം നേരിടുകയും അവരുടെ സ്വത്തുകൾ അപഹരിച്ചപ്പോൾ അതൊക്കെ ഒരു സന്തോഷമായി അവർ കരുതുകയും അതിനെ അവർ സന്തോഷത്തോടെ നേരിടുകയും ചെയ്തു. ഞാനൊക്കെ പോകുമ്പോൾ രാജസ്ഥാനിൽ കടന്നു പോകുന്ന വളരെ ഒരു കുഗ്രാമത്തിലൊരു സഹോദരൻ, ആ സഹോദരൻ മാത്രമാണ് തൻ്റെ ഭവനത്തിൽ നിന്ന് വിശ്വാസത്തിൽ വന്നത്. തനിക്ക് മറ്റൊരു ജ്യേഷ്ഠ സഹോദരനും സഹോദരിമാരും ഉണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിൽ വന്നപ്പം സഹോദരിമാരും ജ്യേഷ്ഠനും പറഞ്ഞു, നീ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല. അവർക്ക് കൃഷിഭൂമികളൊക്കെ ഉണ്ട്, ഒന്നും തരികയില്ല. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ പറയുമായിരുന്നു, കുറച്ച് വർഷങ്ങളായി ഈ സഹോദരിമാരും മൂത്ത സഹോദരനുമായിട്ട് പിണങ്ങി. അപ്പോൾ സഹോദരിമാർ പറയുന്നത്, എല്ലാ സ്വത്തും നിനക്കാണ്, നീയാണ് നല്ലവൻ, എല്ലാ സ്വത്തും നിനക്കാണ് തരാനായിട്ട് പോകുന്നത്, ജ്യേഷ്ഠന് കൊടുക്കുകയില്ല. അപ്പോൾ ആ സഹോദരൻ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറഞ്ഞല്ലോ ഒരു സ്വത്തും തരില്ലെന്ന്, എനിക്ക് ഒരു സ്വത്തും വേണ്ട, സഹോദരന് കൊടുത്ത് നിങ്ങളെടുത്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി എന്നാ സഹോദരൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അങ്ങനെ സ്വത്തുക്കളുടെ അപഹാരങ്ങളും ഒക്കെ അവർ സഹിക്കുന്നുണ്ട്. പക്ഷേ സുവിശേഷ വേല നന്നായി ചെയ്തു എന്നോ, വളരെ നന്മ ചെയ്തു, സൽപ്രവൃത്തികൾ ചെയ്തു, അല്ലെങ്കിൽ ദാനം ചെയ്തു എന്നോ, അല്ലെങ്കിൽ തുടക്കത്തിൽ വിശ്വാസികൾ നേരിട്ടതായ കഷ്ടങ്ങളും പ്രതിസന്ധികളൊക്കെ അവർ സന്തോഷത്തോടുകൂടി അനുഭവിച്ചു എന്നുള്ളതൊന്നും നാശത്തിലേക്ക് നിപതിക്കാതിരിക്കുവാനുള്ള കാരണം അല്ല, നാശത്തിലേക്ക് വീഴാതിരിക്കാനുള്ള കാരണമല്ല. നമുക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ട്, എത്രയോ ആളുകളെ നമുക്കറിയാം. ഗലാത്യ ലേഖനത്തിൽ ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ നന്നായി ഓടിയിരുന്നു, നിങ്ങൾ നന്നായി തുടങ്ങി, നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ജഡം കൊണ്ടോ സമാപിപ്പിക്കുന്നത്. അപ്പോൾ ആരംഭത്തിൽ നല്ലതായിരുന്നോ എന്നുള്ളതല്ല. ഈ എബ്രായലേഖനത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ അല്ലേ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത്. ഇന്നലെ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ആണോ? ഇന്നലെ നല്ല ആളായിരിക്കാം, പ്രശസ്തനായിരിക്കാം, ഒത്തിരി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് എങ്ങനെയാണ് അല്ലേ? നമ്മൾ പലതിനെയും മായ്ക്കുന്നത് ഇന്നലെ വെച്ച, ഇന്നലെയുടെ ഡസ്റ്റർ എടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ കുഴപ്പങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്,
മായ്ച്ചു കളയുന്നത്. തെറ്റാണ്. ഇന്ന് എന്നുള്ള ഇടത്തോളം, 3-ാം അധ്യായത്തിൽ അല്ലേ, ഇന്ന് എന്നുള്ള ഇടത്തോളം. അപ്പോൾ ഇതൊന്നും ഈ ആൾ രക്ഷിക്കപ്പെട്ട ആളാണോ, ഈ ആൾ ദൈവകൃപയിൽ യഥാർത്ഥമായിട്ടുള്ള ആളാണോ, ഈ ആളൊരു ദൈവമകനാണോ ദൈവമകളാണോ എന്നുള്ളതിൻ്റെ തെളിവൊന്നും അല്ല, ഒന്നുമല്ല. എന്താ തെളിവ്? അതവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണ്? 36 മുതൽ ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി അത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നു എങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ. അപ്പോൾ നാശത്തിലേക്ക് പിന്മാറിയവരാരാ? സഹോദരിമാർ, നാശത്തിലേക്ക് പിന്മാറിയവരാരാ? ജീവരക്ഷ പ്രാപിച്ചവരാരാ? നാമോ നാശത്തിലേക്ക് പിന്മാറിയവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലത്രേ. അപ്പോൾ ജീവരക്ഷ പ്രാപിച്ചവരാരാ? വിശ്വസിച്ചവർ. നാശത്തിലേക്ക് പിന്മാറിയവരാരാ? വിശ്വസിക്കാത്തവർ. അപ്പോൾ അവരെന്തിൽ നിന്നാണ് പിന്മാറിയേ? വിശ്വാസത്തിൽ നിന്നല്ല. വിശ്വസിച്ചില്ലല്ലോ അവർ. 2 കൂട്ടം ആളുകൾ. ഒന്ന്, സുവിശേഷ സത്യം കേട്ടിട്ട് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ട് വിശ്വസിച്ച ആളുകൾ. 2, സുവിശേഷത്തിൻ്റെ സത്യം മനസ്സിലാക്കിയിട്ട് സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ചിട്ട്, ഇവിടെ തുടക്കത്തിൽ 32 പറയുന്ന പോലെ പ്രകാശനം ലഭിച്ചിട്ട് വിശ്വസിക്കാത്ത ആളുകൾ. 2 കൂട്ടരും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. 10,000 പേരെ ഇരുത്തിയിട്ട് സുവിശേഷത്തിൻ്റെ സത്യം പറയുകയാണ്. എല്ലാവർക്കും പ്രകാശനം ലഭിച്ചു. 6-ാം അധ്യായത്തിൽ പറയുന്ന പോലെ വരുമാനമുള്ള ലോകത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും. ഈ 32-ാം വാക്യം നോക്കി, 10:32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം. പ്രകാശനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ലഭിച്ചത്? ഇനി നിങ്ങൾ പാപയാഗം, ഹോമയാഗം, സമാധാനയാഗം, അകൃത്യയാഗം ഇതൊന്നും എന്ത് ചെയ്യണ്ട, അർപ്പിക്കണ്ട. നിങ്ങൾ 7 വിധ പെരുന്നാളുകൾ ആചരിക്കണ്ട. ശബത്ത്, വഴിപാട്, നേർച്ച, കാഴ്ച ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ട. ഇതെല്ലാം വരാനിരുന്ന ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു. യേശു ക്രിസ്തു അതെല്ലാം പൂർത്തീകരിച്ചു. അവൻ വരുവാനുള്ള നന്മ പ്രതീകമാണ്. അവനാണ് പൊരുൾ. അവനിൽ നിങ്ങൾ വിശ്വസിച്ചാൽ മതി എന്നുള്ള സത്യം. അതാണ് 26-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവ്വമായി പാപം ചെയ്ത. സത്യത്തിൻ്റെ പരിജ്ഞാനം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ യാഗമാണ് പരമയാഗം. ഇനിമേൽ അവയുടെ മോചനം, പാപങ്ങളുടെ മോചനമുള്ളയിടത്ത് പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കുന്നില്ല. ഇനി ആവശ്യമില്ല എന്നാണ് POC ബൈബിളിൽ. ഒരു യാഗവും ഒരു ബലിയും വഴിപാടും ആവശ്യമില്ല. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനും അകൃത്യങ്ങളുടെയും വീണ്ടെടുപ്പിനുമായി അർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അർപ്പിക്കാൻ ആവശ്യം ഇല്ല. രാവിലെ അർപ്പിച്ചു, വൈകിട്ടും പിന്നെയും അടുത്ത ആഴ്ചയിൽ നിരന്തരമായി ദിവ്യബലി അർപ്പിക്കാൻ ആവശ്യമില്ല എന്ന സത്യം മനസ്സിലാക്കിയവർ, എന്നത് പ്രകാശിപ്പിക്കപ്പെട്ടവർ, പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ബോധ്യമാക്കപ്പെട്ടവർ 10,000 പേരെ ഇരുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മനുഷ്യനല്ല, ദൈവത്തിൻ്റെ ആത്മാവ്. പക്ഷെ അതിൽ ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്തു? വിശ്വസിച്ച്, ഈ വാക്യപ്രകാരം പറയണം, ഈ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചു. ഒരു കൂട്ടം ആളുകൾ നാശത്തിലേക്ക് പിന്മാറി. അപ്പോസ്തല പ്രവൃത്തിയിലെ ആഥൻസിലെ പ്രസംഗം, അപ്പോസ്തലനായ പൗലോസിൻ്റെ ആഥൻസിലെ അതിഗംഭീരമായ പ്രസംഗം കേട്ട ആളുകൾ 3 വിധത്തിലാണ് പ്രതികരിച്ചത്, അല്ലേ? എങ്ങനെ പ്രതികരിച്ചത്? ഒരു കൂട്ടം ആളുകൾ മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ച് അവരാദ്യമായിട്ട് കേൾക്കുക. അവരെന്ത് ചെയ്തു? പരിഹസിച്ചു. വേറെ പണിയൊന്നുമില്ല, നടക്കുക. സുവിശേഷം പറയാനായിട്ട് ചെല്ലുമ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയണം. കള്ളന്മാർ വയറ്റിപ്പഴവിന് വേണ്ടി നടക്കുക. രണ്ടാമത്തെ കൂട്ടരെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്
സാറിൻ്റെ പ്രസംഗം സൂപ്പറായിരുന്നു, അടിപൊളി പ്രസംഗം, ഇതുപോലെ ആരും പ്രസംഗിച്ചിട്ടില്ല, ഇനിയും ഞങ്ങളെന്ത് ചെയ്യാം, പ്രസംഗം ഇനി വിളിക്കാം, സാറിന് ഇനി ഞങ്ങൾ വിളിക്കാം എന്ന്. മൂന്നാമത്തെ കൂട്ടർ അവിടെ പറയുന്നുണ്ട്, വിശ്വസിച്ച് അവരോടുകൂടെ ചേർന്നു. അപ്പോൾ അതിൽ ഒരു കൂട്ടം ആളുകൾക്ക് മനസ്സിലായി. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും പള്ളിപ്രമാണികളിൽ തന്നെയും 40 മുതൽ യോഹന്നാൻ 12:40 മുതൽ വായിക്കുമല്ലോ, എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താൻ. അവർ ദൈവത്തിൽ നിന്നുള്ള മാനത്തേക്കാൾ ഉപരി മനുഷ്യരിൽ നിന്നുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. രക്ഷിക്കപ്പെടണമെങ്കിൽ ഉള്ളിൽ മാത്രം ഉണ്ടായാൽ പോരാ, എന്ത് ചെയ്യണം? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏവനെയോ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ. സാധാരണ ഈ നമ്മൾ പ്രവർത്തനങ്ങൾക്കൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഈ ഗ്രൂപ്പായിട്ടൊക്കെ പോകുമ്പോൾ തിരിച്ചു വന്ന ആളുകൾ പറയുന്നു 3 പേര് രക്ഷിക്കപ്പെട്ടു ഞങ്ങൾ പോയപ്പോൾ. ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനത് അങ്ങനെ പറയുമായിരുന്നു നേരത്തേക്ക്. പിന്നീട് എനിക്ക് മനസ്സിലായി രക്ഷിക്കപ്പെട്ടതല്ല. രക്ഷിക്കപ്പെട്ടു എന്ന് പറയണമെങ്കിൽ പല ഘടകങ്ങൾ അതിന് വേറെ. സുവിശേഷം എന്ന് പറയുമ്പോൾ സുവിശേഷം ആകുന്നില്ല, ബോർഡിൽ എഴുതിയതുകൊണ്ട് സുവിശേഷം ആകുന്നില്ല. സുവിശേഷത്തിൽ ഒത്തിരി അന്തരാളങ്ങൾ ഉണ്ടെന്നുള്ളത് ഈ റോമാലേഖനം ഗലാത്യലേഖനമൊക്കെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യണം? അപ്പോൾ അതുകൊണ്ട് പിന്നെ പറയുന്നത് പറഞ്ഞു, വാഗൊണ്ട് പറഞ്ഞു. അപ്പോൾ അവർ വിശ്വസിച്ചു ഉള്ളിൽ, പക്ഷെ എന്ത് ചെയ്തില്ല? പറഞ്ഞില്ല. പറയണം, വിശ്വസിക്കണം, പറയണം. അപ്പോൾ പറയാം. അവർ പ്രകാശനം ലഭിച്ചതുകൊണ്ടാണല്ലോ ഉള്ളിൽ ബോധ്യം വന്നു. നിക്കോദിമോസ് വന്ന് പറഞ്ഞു, നീ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നതാണ്, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. പ്രകാശനം ലഭിച്ച ആളുകൾ, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി അനുഭവിച്ച ആളുകൾ, ദൈവശക്തി അനുഭവിച്ച ആളുകൾ, ഒത്തിരി നന്മകൾ അനുഭവിച്ച ആളുകൾ, ദൈവജനത്തോടു കൂടെ ചേർന്ന് സഭയ്ക്ക് വേണ്ടി ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ച ആളുകൾ. പക്ഷെ ഒരു ഘട്ടം വന്നപ്പോൾ അവർ തങ്ങളെ തന്നെ വെളിപ്പെടുത്തി അവർ യഥാർത്ഥമായിട്ട് വിശ്വസിച്ചിട്ടില്ല. വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയതല്ല, പിന്നെ സുവിശേഷ സത്യങ്ങളിൽ നിന്ന് അവരെന്ത് ചെയ്തു? അത് വിശ്വസിക്കാതിരിക്കുവാനുള്ള ഒരു പിന്മാറ്റം, പിന്മാറ്റമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവിടെ ഒരു മുന്നറിയിപ്പുണ്ട്. എന്താ മുന്നറിയിപ്പ്? നിങ്ങളിൽ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയെന്ന് വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളിൽ ആർക്കെങ്കിലും, നിങ്ങൾ ആരെങ്കിലും പാപത്തിൻ്റെ ചതിയാൽ ഹൃദയം കഠിനപ്പെടാതിരിക്കേണ്ടത് നിങ്ങളിൽ ആർക്കെങ്കിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇനി ആ വാക്യങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പം സഭയിൽ വന്നതുകൊണ്ട്, സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയായതുകൊണ്ട്, പല കാര്യങ്ങളും ചെയ്തതുകൊണ്ട് ഞാനാണ് എന്ന് ചിന്തിക്കാനായിട്ട് കഴിയില്ല. വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കണം. ആ ഹൃദയത്തിൽ അവൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായിട്ട് തീരാത്ത ഒരാളും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നിത്യനാശത്തിലേക്ക് നിബന്ധിക്കും. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അവിടെ ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യം ഈ എബ്രായലേഖനവുമായി ബന്ധപ്പെട്ടാണിത്. ഇനിയും എത്ര കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ എബ്രായലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണല്ലോ. ഈ അധ്യായത്തിൽ തന്നെ 23-ാം വാക്യത്തിൽ 22-ൽ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ? വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം. വിശ്വാസത്താലാണ് നീതീകരണം, എന്തിനാലല്ല. ഇവിടുത്തെ എബ്രായ വിശ്വാസികളോട് പറയുമ്പോൾ എന്തിനാലല്ല, യാഗങ്ങളാൽ ഇനിയൊരു യാഗവും ശേഷിക്കുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് ഇനി പോകരുത്.
വിശ്വാസത്താലാണ് നീതീകരണം, കൃപയാലാണ് രക്ഷ. അത് നിങ്ങൾ അംഗീകരിക്കണം പൂർണ്ണമായിട്ട്. നിങ്ങൾക്ക് ആ ബോധ്യം ആർക്കെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യണം? അംഗീകരിക്കണം. വിശ്വാസത്താലുള്ള നീതീകരണം അതിബൃഹത്തായ ഒരു വിഷയമാണ്. ഒറ്റ വാക്കിൽ എങ്ങനെ പറയട്ടെ, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നത് റോമാലേഖനത്തിൽ പറയുമ്പോൾ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. നമ്മളിന്നാരാ? നമ്മളാരാ? നീതിമാന്മാരാണ്, വിശുദ്ധന്മാരാണ്. നമ്മളിൽ തന്നെയല്ല, ക്രിസ്തുവിൽ, കർത്താവിൽ നമ്മളാരാ? നീതിമാന്മാരാണ്. ദൈവം പറയുക, ഈ മകൻ ഒരു പാപവും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. കോടതി വിധി ദൈവം വിധിച്ചു. ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? ദൈവം നീതീകരിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം വിധിച്ചു, വിധി പ്രസ്താവം പുറപ്പെടുവിച്ചു. കുറ്റം ചെയ്തിട്ടില്ലെന്നാണ്. കുറ്റം ചെയ്തു ക്ഷമിച്ചു എന്നല്ല, കുറ്റം ചെയ്തിട്ടില്ല. അപ്പോൾ കുറ്റമൊക്കെ എന്ത്? കുറ്റമെല്ലാം ആരുടെ മേൽ ചുമത്തി? പുത്രൻ്റെ മേൽ ചുമത്തി. നമുക്ക് പ്രതിപകരമായിട്ട്, പ്രായശ്ചിത്തമായിട്ട് വിശ്വസിക്കുന്നവർക്ക് നീതി ലഭിക്കേണ്ടതിന് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി വിശ്വസിച്ചാൽ മതിയെന്ന്. വിശ്വസിക്കുന്നവർക്ക് അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. സൗജന്യമായിട്ട്, വിശ്വാസത്താൽ നീതീകരണം. യഹൂദന് വലിയ ബുദ്ധി. നമുക്കിത് പറയുമ്പോൾ അത് ശരിയാ എന്ന് നമ്മൾ പറയുമ്പോൾ യഹൂദന് അത് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവൻ തൻ്റെ കർമ്മകാണ്ഡത്തെ, ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാണ്ഡക്കെട്ടിനെ ഇറക്കി വയ്ക്കാൻ ഇഷ്ടമില്ലാതെ യേശു ക്രിസ്തു ഒരിക്കൽ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ മടി കാണിച്ചുകൊണ്ട് ആ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാണ്ഡക്കെട്ട് ചുമക്കുന്നത് ഒരു അഭിമാനമായി കരുതുന്നവരാണ് അന്നും ഇന്നുമുള്ള ആളുകൾ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയതുകൊണ്ട് ആ സ്വാതന്ത്ര്യം, ആ സ്വീകാര്യത, ദൈവസന്നിധിയിലുള്ള പ്രവേശനം എത്ര മഹത്തരമാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് അധികമായി ഉപയോഗിക്കുവാനും മറ്റുള്ളവരെ അതിനാൽ സ്നേഹത്തിൽ പ്രബോധിപ്പിച്ചും ഉണർത്തിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുന്നു.